നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരാള് പ്രതിയാവുന്നത് ഞാനാണ് ദത്തേട്ടൻ അന്വേഷിക്കുന്ന കുറ്റവാളി. വന്ന് വണ്ടി കയറ്. മോളെ അവൾ എങ്ങോട്ടും വരുന്നില്ല. അതുകൊള്ളാം. പ്രതി കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് എനിക്ക് കൊണ്ടുപോയല്ലേ പറ്റൂ. കളക്ടർക്ക് അറിയാൻ വയ്യാത്തൊന്നുമല്ലല്ലോ ഈ നാട്ടിലെ നിയമം. അതിന് കൊന്നത് അവളാണെങ്കിൽ കൊണ്ടുപോയാ പോരെ. അവനെ കൊല്ലിച്ചത് ഞാനാ. ഇരുമ്പൻ ജോസിന് കൊട്ടേഷൻ കൊടുത്തത് ഞാനാ. അമ്മ നിന്നെ രക്ഷിക്കാൻ ആദ്യ കുറ്റം ഏറ്റെടുത്തതുപോലെയോ അല്ലെങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടി നീ കുറ്റം ഏറ്റെടുത്തതുപോലെയോ അല്ല ഇത്. യഥാർത്ഥ കൊലയാളി ഞാനാ. എന്റെ മകളുടെ ജീവിതം രക്ഷിക്കാൻ എനിക്ക് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നു. ഷാനു എന്ന കൊടും ക്രിമിനലിനെ കൊല്ലേണ്ടി വന്നു. അബദ്ധത്തിൽ പെട്ടുപോയ ഇരയായിരുന്നു സെബാൻ. എന്റെ ലക്ഷ്യം ഷാനു മാത്രമായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും എന്തിനായിരുന്നു ഈ നാടകം? IASഉം IPSഉം തമ്മിൽ ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ. എന്റെ നാവിൽ നിന്ന് ഇത് കേൾക്കാനായിരുന്നെങ്കിൽ ദത്തന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. സാക്ഷി പട്ടികയിൽപ്പെടുത്തി എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയപ്പോ തന്നെ ഞാൻ ഊഹിച്ചു സാക്ഷിയാക്കാനല്ല പ്രതിയാക്കാനാണ് എന്നെ ക്ഷണിക്കുന്നതെന്ന്. അതിനുള്ള കോമൺ സെൻസ് ഒക്കെ എനിക്കുണ്ട്. ഞാനാണ് അവനെ കൊല്ലിച്ചത്. പിന്നെ ഞാൻ എന്താ വേണ്ടിയിരുന്നത്? രക്ഷപ്പെടാനാവാത്ത വിധം എന്റെ മകൾ പെട്ടുപോയി എന്നറിഞ്ഞപ്പോ എന്റെ മുന്നിൽ വേറെ മാർഗമില്ലായിരുന്നു. അവളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അടുപ്പമോ സമയമോ ഞങ്ങൾ തമ്മിൽ ഇല്ലായിരുന്നു. അന്ന് ഞാൻ അരുതെന്ന് അവളോട് പറഞ്ഞാലും ഇവക്ക് മനസ്സിലാകുമായിരുന്നില്ല. കാരണം എനിക്ക് അവളെയോ അവക്ക് എന്നെയോ മനസ്സിലാകുന്ന കാലമായിരുന്നില്ല അത്. എന്റെ മകൾ ഇങ്ങനൊരു കുടുക്കിൽ ചെന്ന് പെട്ടത് ഒരുപാട് വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അവനെ ചെന്ന് കണ്ട് രഹസ്യമായി സെറ്റിൽ ചെയ്യാൻ നോക്കി. എത്ര പണം വേണമെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അവൻ കൂട്ടാക്കിയില്ല. അവന് വേണ്ടത് പൂജയായിരുന്നു. സ്നേഹിക്കാനും ചേർത്ത് പിടിച്ചൊരു ജീവിതം കൊടുക്കാനൊന്നുമല്ല. വിലപേശാൻ
ഇവിടെ വെച്ച് ഞങ്ങളോട് വിലപേശാൻ. ഇവള് പറഞ്ഞതുപോലെ ഇവളുടെ ആദ്യ കാമുകനായിരുന്നില്ല ഷാനു. ആദ്യത്തെയും അവസാനത്തെയും കാമുകനായിരുന്നു. പാവാദി ഇവളോടുള്ള ഭ്രാന്ത് പിടിച്ച പ്രണയം കൊണ്ട് ഈ കഥയിലേക്ക് ഓടിക്കേറി വന്നതാ. എന്റെ മകളുടെ പുണ്യമായിരുന്നു ഇവൻ. ഭൂമിയിൽ ഇങ്ങനെ ഒരാണും ഒരു പെണ്ണിനെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്റെ മകൾക്ക് അതാദ്യം തിരിച്ചറിയാനോ അനുഭവിക്കാനോ ഉള്ള ഭാഗ്യം ഉണ്ടായില്ല. ദൈവത്തെ മറന്ന് ചെകുത്താനെ സ്നേഹിക്കാനായിരുന്നു ഇവളുടെ വിധി. പുണ്യമാ പുണ്യം. ഇങ്ങനൊരു ചെറുമകനെ കിട്ടാൻ സുഹൃതം ചെയ്യണം. മോൾ എന്നോട് പൊറുക്കണം. ആ വലിയ ദുരന്തത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഇതല്ലാതെ അമ്മയുടെ മുന്നിൽ വേറെ വഴികളില്ലായിരുന്നു. നീ അവന്റെ കൂടെ ഓടിപ്പോയാൽ നിനക്ക് എന്തായിരുന്നു സംഭവിക്കുന്നതെന്ന് ഇപ്പൊ നിനക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അന്ന് ഞാനത് നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? 9 മാസം ചുമന്ന് പ്രസവിച്ചതിന്റെ കണക്കല്ലാതെ അന്ന് നിന്നോട് പറയാൻ അമ്മയ്ക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിന്നെ ഒന്ന് സ്നേഹിക്കാൻ, ലാളിക്ക്, നീ സ്വപ്നം കണ്ടതുപോലെ ഒന്ന് കൈപിടിച്ച് നടത്താൻ, നിന്റെ വളർച്ചയ്ക്കൊപ്പം യാത്ര ചെയ്യാൻ. എന്തിന്? നിന്റെ മനസ്സൊന്ന് തിരിച്ചറിയാൻ പോലും അമ്മയ്ക്ക് സമയമില്ലായിരുന്നു. ഭാഗ്യദോഷിയ മോളെ, നിന്റെ അമ്മ വലിയ ഭാഗ്യദോഷിയ. അന്നോളം നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി.